ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ഒരു കഫേയിൽ പോകണം. അതായത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു കഫേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി മിക്കപ്പോഴും ഈ ഫാൻസി കഫേസൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതൽ കണ്ടുപിടിക്കുന്നത്. പക്ഷേങ്കിൽ ഇന്ന് എൻ്റെ ഫ്രണ്ടാണ് കഫേ കണ്ടുപിടിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കഫേയിലേക്കാണ് പോകുന്നത്. അത് ഇടപ്പള്ളി തന്നെയുള്ള കഫേ കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ലുലുവും വരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി എങ്കിൽ പിന്നെ ലുലു മോളിലൊക്കെ ഒന്ന് കയറി കണ്ടിറങ്ങിയിട്ട് വരാമെന്ന്. കാരണം ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റ് എനിക്ക് എപ്പോഴും ഒരു വികാരം തന്നെയാണ്. രാവിലെ ഒന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ആദ്യം തന്നെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഒരു മിൻറ്റ് ലൈമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ നേരെ ചെന്ന് കയറിയത് ഹൈപ്പർ മാർക്കറ്റിലാട്ടോ. ഹൈപ്പർ മാർക്കറ്റിനോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും. ഈവൻ എന്ത് ചെറിയൊരു സാധനമാണെങ്കിലും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് തിന്നാനായിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ആദ്യം ഓടിച്ചിരുന്നത് ഈ കാണുന്ന ഈ ഒരു ഐറ്റം വാങ്ങിക്കാനാട്ടോ. പോരെങ്കിൽ അവിടെ ഉണ്ട് പറഞ്ഞു. ഗുലാബ് ജാമിന് 23 രൂപയേ ഉള്ളൂ. നമുക്ക് 2 വാങ്ങിയാലോ? 23 അങ്ങനെ എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങിയിട്ട് ഞാൻ നേരെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇനി മെയിൻ കാര്യം നടക്കുന്നത്. നമുക്ക് ചോക്ലേറ്റ്സിനൊക്കെ അവിടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്താണ് അവിടെ അങ്ങനെ ലുലുന്ന് നമ്മൾ ചോക്ലേറ്റ്സും ഗുലാബ് ജാമുൻ എല്ലാം വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നേരെ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കഫേയിലാണ്. ഇതാണ് നമ്മുടെ കഫേ, ഫ്രഷ് ട്രീസ് ഗാർഡൻസ് ആൻഡ് കഫേ എന്ന് കേട്ടോ അതിൻ്റെ പേര്. ഇത് ഭയങ്കര പ്രകൃതി രമണീയമാണ്. അതായത് ഭയങ്കര ഹരിതാത്മ്യം പച്ചപ്പൊക്കെ ഉള്ളൊരു കഫേ ആട്ടോ ഈ ഒരു കഫേ. എൻ്റെ ഫ്രണ്ട് റീൽസിൽ കണ്ടുപിടിച്ചിട്ടുള്ളൊരു കഫേയാണ് ഈ ഒരു കഫേ. മഴ പെയ്യുന്ന കഫേയിൽ പോകാമെന്നാണ് പറയുന്നത്. പേര് പറയില്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഈ കാണുന്ന ഈ ഒരു ബുദ്ധൻ്റെ ശില്പമാണ്. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റുമേ. മാത്രമല്ല ഇവിടെ കേക്ക്സ് ആൻഡ് പാസ്ട്രി ഐറ്റംസ് കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയി സീറ്റ് പിടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു ചെയ്തത്. ഈ അറ്റത്ത് കാണുന്ന ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഓരോ ചെയേഴ്സും അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ഓരോ ഇരിപ്പിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക ഷേപ്പിൽ പ്രത്യേക മിനിയേച്ചറിലാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും വുഡ് വെച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നല്ലൊരു ഭംഗിയായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പ്ലാന്റ്സ് എല്ലാം ഇവർ സെയിലിന് വേണ്ടി തന്നെ വെച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഈ റെയിനും പെയ്യുമായിരുന്നു ഈ ഒരു കഫേയിൽ. എൻ്റെ ഫ്രണ്ട് ആദ്യം ഈ ഒരു കഫേ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ ഇവിടെ വരാതിരുന്നായിരുന്നെങ്കിൽ ഞാൻ വല്ലാണ്ട് റിഗ്രറ്റ് ആയി പോയേനെ. കാരണം ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കഫേ ആയിരുന്നു ഈ ഒരു കഫേ. നമ്മളങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പാസ്തയും അതുപോലെ ബർഗർ, മൊയ്ത്തോ ഇത്രയും സാധനങ്ങളായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വരുന്ന ടൈം വരെ ഞാൻ ഈ ബുക്കൊക്കെ വായിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുമായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ തന്നെ ഈ വ്ളോഗിൽ കണ്ടോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.